നമസ്കാരം. ഓണം ബമ്പറിന്റെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന ഒന്നാം സമ്മാനത്തുക 30 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ടിക്കറ്റിന് 500 രൂപയാണ് വില. ഓണം ബമ്പറിന്റെ പ്രകാശനം ജൂലൈ 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുമെന്ന് ലോട്ടറി വകുപ്പ് അറിയിച്ചു. 90 ലക്ഷം ടിക്കറ്റുകളാണ് ഏജന്റുമാർക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും ഡിമാൻഡ് അനുസരിച്ച് ഇത് വർദ്ധിപ്പിച്ചേക്കും. TA, TB, TC, TD, TE, TG, TH, TJ, TK, TL എന്നീ സീരീസുകളിലാണ് ടിക്കറ്റ് പുറത്തിറക്കുന്നത്. സെപ്റ്റംബർ 26 തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ നറുക്കെടുപ്പ് നടക്കുന്നത്. ഒന്നാം സമ്മാനം 30 കോടി രൂപയും രണ്ടാം സമ്മാനം 1 കോടി രൂപയുമാണ്. അത് 20 പേർക്ക് നൽകും. ഈ 1 കോടി രൂപ, അതായത് ഓരോ സീരീസിനും 2 പേർക്ക് വീതം നൽകും. മൂന്നാം സമ്മാനം 25 ലക്ഷം രൂപ വീതം 20 പേർക്ക് നൽകും. അതും ഓരോ സീരീസിലും 2 പേർക്ക് വീതമാണ് നൽകുന്നത്. ആകെ 125 കോടി 54 ലക്ഷം രൂപയാണ് ഭാഗ്യശാലികൾക്കായി സമ്മാനത്തുകയായി വിതരണം ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിന്റെ ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയായി മാറി ഇത്തവണത്തെ ഓണം ബമ്പർ. സർക്കാർ ഉത്തരവിറക്കിയതോടെ രാജ്യത്ത് തന്നെ ലോട്ടറികളിൽ ഇത്രയും ഉയർന്ന തുക നൽകുന്ന ഏക സംസ്ഥാനമായി മാറി കേരളം. മൊത്തത്തിൽ ഭാഗ്യക്കുറി വകുപ്പിന്റെ സമ്മാനഘടനയിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമായി കുറച്ചു. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ലാതെ 500 രൂപ തന്നെ തുടരുന്നത് വൻതോതിലുള്ള ടിക്കറ്റ് വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത്. ടിക്കറ്റിന്റെ അടിസ്ഥാന വിലയായ 357 രൂപ 14 പൈസയും 40% GST ഉൾപ്പെടെയാണ് ടിക്കറ്റ് നിരക്ക് 500 രൂപയായി നിശ്ചയിച്ചിരിക്കുന്നത്. ടിക്കറ്റുകൾ ഓൺലൈൻ വിൽപ്പനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റുകളുടെ ഓൺലൈൻ വിൽപ്പന നിയമവിരുദ്ധമാണെന്ന് ഡയറക്ടർ മുന്നറിയിപ്പ് നൽകി. ലൈസൻസ് ഉള്ള ഏജന്റുമാരിൽ നിന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രമേ വാങ്ങാവൂ. സമൂഹ മാധ്യമങ്ങൾ വഴിയോ ഡിജിറ്റൽ പേയ്മെന്റ് ലിങ്കുകളിലൂടെയോ യാതൊരു കാരണവശാലും ടിക്കറ്റുകൾ വാങ്ങരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായ ലോട്ടറിയിലൂടെ ലഭിക്കുന്ന തുക കാരുണ്യ ഉൾപ്പെടെയുള്ള വിവിധ ജനക്ഷേമ പദ്ധതികൾക്കാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഓണം ബമ്പറിന് ലഭിച്ച വൻ സ്വീകാര്യത ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ.